ഹായ്, ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സ് ആണ്. ഒരു കാര്യം പറയാം. ഞാൻ മുൻപ് കുറച്ച് ദിവസം മുമ്പ്, അതായത് അനുമോളടുത്ത് ഷാനവാസ് കാണിച്ച ഒരു കുതികാൽ വെപ്പ് മൈറ്റ് ബി, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആ റിലീജിയസ് ഫോമാണ് അതിനകത്ത് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതാരും നിങ്ങൾക്കാർക്ക് പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് തെറിവിളി കേട്ടിട്ടുണ്ടാവും. ആദില നൂറെ കൺസേൺ ചെയ്തുകൊണ്ട് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഷാനവാസ്. മൗനമായി മാറി നിന്ന ഷാനവാസ് ഈ 2 ദിവസങ്ങൾക്കുള്ളിൽ പുറത്ത് നടന്നതെന്തെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഷാനവാസിന് പിടികിട്ടിയിരിക്കുന്നു. അനുമോൾക്കാണ് സപ്പോർട്ട് എന്നുള്ളത്. ജയിക്കാൻ പോകുന്നത് അനുമോൾ തന്നെയാണെന്നുള്ള കാര്യം അവന് മനസ്സിലായി. പക്ഷെ അതുകൊണ്ടല്ല ഷാനവാസ് അങ്ങനെ പറയണത്. ഷാനവാസ് ബേസിക്കലി നല്ലൊരു ക്യാരക്ടറാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് നല്ല ഒരു എന്താ പറയുക, സഹോദര തുല്യനായ ഒരുത്തനായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റിയ വ്യക്തിയാണ് ഷാനവാസ്. അതിന്ന് തെളിയിച്ചു ഷാനവാസ് ആദില നൂറ വിഷയത്തിൽ. ഇന്നലെ രാത്രി ആദിലയും നൂറയും തനിയെ വിളിച്ചിരുത്തി സംസാരിക്കുന്നുണ്ട് ഷാനവാസ്. എന്തിനാണെന്നറിയുമോ? ഈ ബിഗ് ബോസ് ഇതെല്ലാം അതിര് വിട്ടു പോകുന്നത് കണ്ടപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു അടിവര, അതായത് ലൈൻ ഇടുമല്ലോ, ആ ലൈനിൽ ബിഗ് ബോസ് ഇട്ടു, നിങ്ങളാണ് കണ്ടസ്റ്റൻസ്, 7 പേരാണ്, അവസാനത്തെ 7 പേരാണ് നിങ്ങൾ കളിക്കുക, മറ്റുള്ളതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞ സെക്കൻഡിൽ തന്നെ ഷാനവാസ് ക്യാച്ച് ചെയ്തു. അത് ഈ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുറത്തു പോയ ലൈഫുള്ളതാണ് നശിപ്പിക്കരുത്, നിങ്ങൾ അവളുമായി കോംപ്രമൈസ് ചെയ്യുക. അതിൻ്റെ കാരണം നിങ്ങൾ പരസ്പരം വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള വോട്ട് കുറയും എന്നുള്ളതാണ്. ഷാനവാസിൻ്റെ ഇൻറ്റൻഷൻ തനിക്ക് വോട്ട് കിട്ടണമെന്നല്ല, നൂറെങ്കിലും ജയിക്കട്ടെ എന്നാണ്. അതിലേക്കത്തില്ല, പക്ഷെ നൂറയ്ക്കെങ്കിലും ആ വോട്ട് കിട്ടട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് ഷാനവാസ് ആ കോംപ്രമൈസിന് തയ്യാറായത്. അറ്റ്ലീസ്റ്റ് ജയിച്ചില്ല എങ്കിലും അനുമോളുടെ ആരാധകർ മൂലം ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, അത് നൂറയ്ക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതായിരുന്നു ലക്ഷ്യമെന്ന് തോന്നുന്നു. ഏതായാലും കോംപ്രമൈസിന് തയ്യാറായി. അനുമോൾ വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, അവളുമാരി ഇരുന്ന് വിടുകയാണ്, എന്തരാ ചെയ്തിട്ട് പാടി എന്ന ഒരു ഫോമിൽ. നൂറ പറഞ്ഞൊരു കാര്യമുണ്ട്, സോപ്പ് ഇടുകയാണ് നീ എന്ന്, സോപ്പിങ് മതി പൊയ്ക്കോ എന്ന്. അപ്പം തന്നെ മനസ്സിലാക്കേണ്ടതാണ് അവർ ക്ഷമിക്കാൻ തയ്യാറല്ല, അവർ കൊള്ളില്ല, അവരെ വെറുതെ വിടൂ, അവരുടെ അടുത്ത് മൗനമായിരിക്കും. അപ്പം ഈ ഒരു കാര്യം ബേസ് ചെയ്തിട്ടാണ് ഇന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. നിങ്ങൾക്ക് ആരുടെ അടുത്തൊക്കെ സോറി പറയണോ, ആരുടെ അടുത്തൊക്കെ താങ്ക്സ് പറയണോ അത് പറയുക. അതായത് 7 പേർക്കുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവർ കൂടെ കൊടുത്തിരുന്നത് കുത്തി മരിച്ചേന്, അനുമോളെ കുത്തി അങ്ങ് കൊന്നിട്ടുണ്ടാവുമായിരുന്നു എല്ലാവരും കൂടെ. പക്ഷേ ഇത് 7 പേർക്ക് മാത്രമാണ് കൊടുത്തപ്പോൾ അവരെ നെച്ചപ്പെടുത്തിയപ്പം അവർ പറഞ്ഞതിൽ അനുമോൾ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പിണങ്ങി നടന്നാലും എൻ്റെ പിറകെ വരുന്നത് ഇവരാണ്, എന്നോട് ഇഷ്ടം പറയുന്നത് ഇവരാണ്, എന്നോട് സഹകരിക്കുന്നവരാണ്, അതുകൊണ്ട് എനിക്ക് അവരോട് നന്ദി എന്നാണ് പറഞ്ഞത്. അതിനെ അവൾ വേറൊരു ഫോമിലാണ് എടുത്തത്, ആദില. അപ്പോൾ ആദില എന്ന സ്ത്രീ സത്യം പറഞ്ഞാൽ തീട്ടമാണ്. അതാണ് അവൾക്ക് എപ്പോഴും വായിൽ തീട്ടം എന്ന വർത്തമാനം വരുന്നത്. ഒരു തീട്ട സ്ത്രീ, വെകിട് തീട്ട സ്ത്രീ. അവൻ എന്ത് പറഞ്ഞാലും മതിയാവത്തില്ല. അമ്മാതിരി വൃത്തികെട്ട ഒരു പെണ്ണാണ് അത്, വൃത്തികെട്ട ഒരു പെണ്ണ്. ഒരു കാര്യം പറയാം, നൂറയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ പറയുമ്പോഴും നൂറ ഇവളുടെ മാനിപ്പുലേഷനിലാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇതേ സാധനം അവൾ അനുമോൾക്കിട്ട് പണിയുന്നത് കണ്ടോ? ആ പെണ്ണ് ഭയങ്കര വിഷമാണ്, ഭയങ്കര വിഷം. ഇനി ഈ ഒരു ടാസ്കിൽ, സ്പെസിഫിക് ടാസ്കിൽ നൂറയ്ക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ നൂറയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. അന്ന് പരാതി പറഞ്ഞത് അനുമോളല്ല. അതായത് ആര്യൻ ആ ബോക്സ് ഇങ്ങനെ താക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന, പൗഡർ ബോക്സ് ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ടാസ്കിൽ ആര്യൻ ഒളിച്ച് കണ്ടിട്ട് നൂറയെ നോക്കി എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് ആരാണ്? അനുമോളല്ല, ഇത് പറഞ്ഞത് നൂറ തന്നെയാണ്. ഇന്ന് സോറി പറയാനുണ്ടെന്ന വ്യാജേന നൂറ പറഞ്ഞ ആ കാര്യത്തിന് വേണ്ടി സോറി പറയുകയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നൂറ പറഞ്ഞത് നുണയാണെന്നല്ലേ? പൊട്ടത്തിയല്ല അവൾ നൂറ എന്ന വ്യക്തിയെ ഡീഗ്രേഡാണ് ചെയ്യുന്നത്. വെടക്കാക്കി തനിക്കാക്കി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് നൂറയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. നൂറയ്ക്ക് അത് മനസ്സിലായി വരുമ്പോൾ ഒരുപാട് വൈകും. ഇനി അവളെ വീട്ടുകാർക്ക് തിരിച്ചെടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എടുക്കരുത് ആ പെൺകൊച്ചിനെ, പോയി അത് ചത്തുപോയി എന്ന് വിചാരിക്കുക. അത്ര നെറികെട്ട പരിപാടിയാണ് ആദിൽ അവളോട് ചെയ്തത്. അവൾ ശത്രുവായി വെച്ചിരിക്കുന്ന അച്ഛനെ അമ്മയാണ് അല്ല. നൂറയുടെ ശത്രു നിൻ്റെ കൂടെയുള്ള, നിൻ്റെ കൂടെ നടക്കുന്ന, നീ പ്രിയപ്പെട്ടതായി കണക്കാക്കുന്ന ഏത് ടാസ്കിലും നിനക്ക് പറയാൻ അവളുടെ പേരേ ഉള്ളൂ. നീ അത്രയേറെ സ്നേഹിക്കുന്ന അവളാണ് നിൻ്റെ ഏറ്റവും വലിയ ശത്രു. പൊതുസമൂഹത്തിൽ നിന്നെ കുഴപ്പക്കാരിയാക്കുകയാണ്. പക്ഷേ യു ആർ സോ ലക്കി. അതുകൊണ്ടാണ് നിനക്കത് പെർഫോം ചെയ്യാൻ പറ്റിയത്. നീ അവിടെ നിന്നിരുന്നെങ്കിൽ, ഇവളുമായിട്ടൊരു കൂട്ടുകെട്ടില്ലാതെ നിന്നിരുന്നെങ്കിൽ യു ആർ ദ വിന്നർ. നീ പാൻ ഇന്ത്യ ലെവലിലല്ല, വേൾഡ് വൈഡ് നീ അത്രത്തോളം ആക്സെപ്റ്റൻസ് കിട്ടിയാണ് നൂറ എന്ന കൊച്ചിന്. അത് നശിപ്പിച്ചത് ആദിലയാണെന്ന് ഇന്നത്തെ ടാസ്കിൽ കൂടെ മനസ്സിലാവുന്നു. സോറി പറയുന്നു ആര്യൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ആര്യൻ പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ നൂറയ്ക്ക് തോന്നിയതാണോ? നൂറ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഡബിൾ മീനിങ് ഞാനും അവനും ഫേമസാ,
അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അതായത് രാവിലെ എഴുന്നേറ്റ് ഷിറ്റ് ഇട്ടിട്ട് ആ ഷിറ്റ് എടുത്ത് തിന്നുന്നത് ഞാനും അവനും ആണ് എന്ന് വളരെ ലാഘവത്തോടു കൂടി നമ്മളെടുത്ത് പറയുന്നു. അതും നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതുപോലൊരവസ്ഥയാണ് ആ വർത്തമാനത്തിന്. ഏതായാലും ആദില ഊമ്പിച്ചങ്ങ് വിട്ടു എന്നുള്ളതാണ്. കൃത്യമായി പറയാമെങ്കിൽ ഇത്രയധികം മോശപ്പെട്ട ഒരു പാർട്ട്ണർ ഇനി ഒരാൾക്ക് കിട്ടാതിരിക്കട്ടെ എന്ന് എൻ്റെ ഒരു ഇതുള്ളൂ. ഏതായാലും മണ്ടി നൂറ അത്രയേ ഉള്ളൂ. ഇനി അവരോട് നന്ദി പറഞ്ഞിട്ട് ആദില നൂറയോട് നന്ദി പറയുന്നുണ്ടായിരുന്നു അനുമോള്. അപ്പോൾ തിരിച്ച് അവള്, ഞാൻ പറഞ്ഞല്ലോ ഇതുപോലൊരു കാര്യമാണ് പറഞ്ഞത്, എനിക്ക് ഞാൻ പിണങ്ങി നടന്നാലും എന്നോട് വന്ന് കൂട്ടുകൂടി എന്നെ സമാധാനപ്പെടുത്തുന്നവരാണ്, എനിക്ക് അവരോട് നന്ദിയുണ്ടെന്ന് അനുമോള് പറയണു. അതിന് മറുപടി കൊടുക്കുകയാണ് ആദില. ഇവളാണ് എന്നെ അത് പഠിപ്പിച്ചത്, ഇവളാണ് എന്നെ ഇത് പഠിപ്പിച്ചത്, ഇവളെന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ. അതേ കുത്താണ്, ഡയറക്റ്റ് ആ പെണ്ണിനെ കുത്താണ്. അഭിനയിക്കുന്നത് എത്ര ഈസിയാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഇവളാണ്, അഭിനയിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചത് ഇവളാണ്. അതായത് ബാക്ക് സ്റ്റാബിങ് എന്ന് പറഞ്ഞാൽ നന്ദി പറയുന്നോ എന്ന വ്യാജേന കൊന്നങ്ങ് കൊല വിളിച്ചിട്ടുണ്ട് അനുമോളെ. പക്ഷേ അത് കയറിക്കൊണ്ടത് ഷാനവാസിനാണ്. കാരണം ഷാനവാസ് ഇടനിലയ്ക്ക് നിന്നാണല്ലോ ഇവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഷാനവാസിന് യാതൊരു വാല്യൂവും കൊടുക്കാതെ ആ ചെയ്ത പ്രവൃത്തി ഷാനവാസിന് ശരിക്കും നൊന്നിട്ടുണ്ട്. ഷാനവാസ് നല്ല പോലെ അത് അയ്യേ ഇവളെയൊക്കെ ഞാൻ സഹായിക്കാൻ പോയാ, ഇവളെയൊക്കെ ഞാൻ എന്തിനു സഹായിക്കേണ്ട കാര്യം, എന്ത് വൃത്തികെട്ട കളികളാണ് ഇവളൊക്കെ കളിക്കുന്നത്, എന്ത് വൃത്തികെട്ട സംഗതികളാണ് എന്നുള്ള ഒരു ഫോമിലേക്ക് ഷാനവാസ് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഒരു കാര്യം പറയുമ്പോൾ ആദില ഈ മോശം പറയുമ്പോൾ അവൻ തിരിഞ്ഞ് അനുമോളെ നോക്കി. എനിക്കറിയില്ല, എനിക്കങ്ങ് ഭയങ്കരമായിട്ട് സെൻറ്റി ആവുന്നു കേട്ടോ. എനിക്ക് അനുമോളുടെ കാര്യം പറയുമ്പോൾ സത്യമായിട്ടും അപ്പോൾ എന്നെക്കാൾ സ്ട്രോങ് ആയിട്ടുള്ളവർ, സ്ട്രോങ് അല്ലാത്തവരൊക്കെ ഇത് എങ്ങനെ ഓവർകം ചെയ്യുന്നതെന്ന് തൊട്ട് നിങ്ങളൊന്നും കാണാൻ പോകണ്ട. ഒരു 3 ദിവസം TV ഓഫ് ചെയ്ത് വയ്ക്കൂ, കാണണ്ട. ആ പെൺകുട്ടി ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു ഷാനവാസ്. എനിക്ക് അവിടെ സത്യം ഒരു സഹോദരൻ്റെ കരുതൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഷാനവാസിനെ. റിയലി ഫീൽ സോറി ഫോർ ഷാനവാസ്. എനിക്ക് സോറി പറയാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ ഷാനവാസിനോട് പറയും. ഇന്നത്തെ അയാളുടെ പെർഫോമൻസ് കിട്ടുക്കാച്ചി. അയാൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട് അനുമോളുടെ ഫേസ് എന്താണെന്ന്. തകർന്ന് തരിപ്പണായിരിക്കണം ആ കുട്ടി. എന്നിട്ട് ഇവള് പറയണം അഭിനയിക്കുകയാണെന്ന്. അനുമോള് വന്നപ്പോൾ പിന്നെ എല്ലാവരും കൂടെ അങ്ങ് എഴുന്നേക്കണം. നിനക്ക് പുതപ്പിൻ്റെ അടിയിലെ കാര്യം പറയേണ്ടേടി, നിനക്ക് അതിൻ്റെ ജിസയിൽ നിന്ന് നാണമില്ലേ എന്തോ എനിക്കറിയില്ല കേട്ടോ. ഒരു പൊടിക്ക് നാണം. അത് നമുക്ക് അതിലേക്ക് വരാം. ആദിലയുടെ വിഷയം പറയാം. ഊക്കി മടുക്കാതെ, അതായത് ഒരാളെ പറ്റി പറയണം നന്ദി, ഒരാളെടുത്ത് സോറിയും പറയണം. ആര്യൻ്റെ അടുത്ത് സോറി പറഞ്ഞു, പിന്നെ അനുമോള നന്ദി പറയുന്നു. ഇനി അക്ബറാണ് ഏറ്റവും നല്ല വ്യക്തി എന്നാണ് പറയുന്നത്. ഇവരേറ്റവും കൂടുതൽ വെറുത്തതും അകറ്റി നിർത്തിയതും അക്ബറിനെയാണ്. അത് അനുമോളുടെ മാനിപ്പുലേഷനിലാണെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അനുമോളുടെ മാനിപ്പുലേഷനാണോ അക്ബറിൻ്റെ ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത നാറികളാണതെന്ന് അങ്ങനെ പറഞ്ഞത്? അവരുമായിട്ട് സഹകരിക്കരുത് എന്ന് പറഞ്ഞത് അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടില്ല, അവൾ കേട്ടിരുന്ന് മോങ്ങിയത് ഓർത്തോണം. ആ സാധനം പബ്ലിഷ് ചെയ്തു എന്ന് ഇന്നലത്തെ വീഡിയോയിലുണ്ട്. ഇവർക്ക് കാണിച്ചു കൊടുക്കുന്ന വീഡിയോ എന്തിനെന്നറിയാമോ? എന്തൊക്കെ സാധനങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ട് എന്നും കൂടെയാണ്. ഈ വീഡിയോ എന്തായാലും നമ്മളെയും കാണിക്കും. അപ്പോൾ ആ സാധനങ്ങൾ പുറത്തു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ആദിലയ്ക്കും നൂറയ്ക്കും മൂളയില്ല. അവർ അന്ന് പ്രയാസപ്പെട്ട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് അപ്പോൾ ഈ ആദിലയും നൂറയും വിചാരിക്കും. ഇപ്പം നൂറ വളരെ സൈലൻ്റ് ആണ്. നൂറ ആദില ആട്ടുന്ന പാവയായിട്ട് മാറി കഴിഞ്ഞിരിക്കുന്നു. ആ പെണ്ണ് സത്യം പറഞ്ഞാൽ മാറി കഴിഞ്ഞിരിക്കുന്നു. ഈ കൊടുക്കുന്ന മരുന്നെന്തെങ്കിലും ഡ്രഗ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു കൊച്ചിനെ നശിപ്പിച്ച് നാരാങ്കല്ലാക്കി എന്നുള്ളതാണ്. ഏതായാലും ക്രൂക്കഡായ കുടില ബുദ്ധിയുള്ള ആദില സ്കോർ ചെയ്തു. നൂറയെ അവൾ കള്ളിയാക്കി, അനുമോളെ അവൾ മോശക്കാരിയാക്കി, ഷാനവാസിന് പട്ടി വില കൊടുത്തു. ബിഗ് ബോസ് അവസാനം ഇടപെട്ട് മതി നിർത്തിയിട്ട് പോടിയെന്ന്. ഇത് ഇങ്ങനെ നീട്ടി പിടിച്ചോണ്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ട് പോവുക. ഇനി ഒരു ആളോട് കൂടി അവൾക്ക് താങ്ക്സ് പറയാനുണ്ട്. അതാരാണെന്നറിയണ്ടേ? ശൈത്യ. പുറത്തും അകത്തും അത്രയധികം സ്നേഹിച്ച് കൂടെ നിർത്തി. കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കുറഞ്ഞ പൈസയിൽ PR അറേഞ്ച് ചെയ്ത് കൊടുത്ത് സർവ്വ സപ്പോർട്ടും കൊടുത്ത് കൂടെ ചേർത്ത് നിർത്തിയ കൂട്ടുകാരിയെ അങ്ങേയറ്റം മ്ലേച്ഛമായി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തങ്കച്ചൻ്റെ കൂടെയും അനീഷിൻ്റെ കൂടെയും കണ്ട ആണുങ്ങളുടെ കൂടെയും ഒക്കെ ചേർത്ത് വൃത്തികേട് പറഞ്ഞ ശൈത്യയാണത്രേ അവൾക്ക് നന്ദി പറയാനുള്ള ആള്. താങ്ക്സ് പറയാണ്. കൂകി തലേ കൊണ്ടുപോയിക്കോ, വീട്ടിൽ കൊണ്ടുപോയിക്കോ, സൂപ്പറാ, നല്ല സാധന. ആദിലയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ. സ്വന്തം പിതാവ് ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഇത്തരം കള്ളികൾ ഈ മതവിശ്വാസത്തിലുള്ള ഒരുപാട് പേരുണ്ട്. അവരെന്നെ ബലാത്സംഗം ചെയ്തു, ഇവരെന്നെ ബലാത്സംഗം ചെയ്തു, അവരെന്നെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പുറത്തേക്ക് വരുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ, ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ കട്ടുപാടോടെ ജീവിക്കുന്നവരാണ്. അവർക്ക് ചില നിഷ്ഠകളുണ്ട്, ചര്യകളുണ്ട്, ആചാരങ്ങളുണ്ട്.
മറ്റുള്ളവർക്കത് ഉണ്ടാകാം, പക്ഷേ ഇവർക്കത് കുറച്ച് കൂടുതലാണ്, ബിലീഫ് കൂടുതലാണ്, ദൈവവിചാരമുള്ളവരാണ്, അവർ ആഖിറത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഇവിടുത്തെ ജീവിതത്തിൽ ചില ചട്ടങ്ങൾ സ്ട്രിക്റ്റ് ആക്കും. അങ്ങനെ ചെയ്യുന്നത് അവർക്ക് സുവർക്കം കിട്ടാനും അവിടെ അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനാണ്. അത് അവരുടെ രീതിയാണ്. അതിന് നമുക്ക് അവരെ തർക്കം പറയാനൊക്കത്തില്ല. അതിന് പാടില്ലാത്തവരങ്ങ് മാറിപ്പോവുക. അവരെ കുറ്റപ്പെടുത്താനും മോശപ്പെടുത്താനും പോകാതിരിക്കുക. തിരുത്താൻ പറ്റാത്ത തക്കവണ്ണം അത്രയും ഡെപ്തിൽ അവരുടെ തലയിൽ മതം കയറിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്ത് പോവുക. നിങ്ങൾ മാറിയെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതിന് ഇത്രയും തീവ്രമായ കുറ്റം പറയരുത്. അതിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരുപാട് പെണ്ണുങ്ങൾ ദ വെരി ബിഗിനിങ് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: അവരെന്നെ തച്ചു, ഇവരെന്നെ തച്ചു, അവരെന്നെ ബലാത്സംഗം ചെയ്തു. ഇവളുടെ ഫാദറാൽ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവക്കെന്താ പരാതി കൊടുത്താലും അയാൾ തൂങ്ങൂലേ? അങ്ങനെ ചെയ്തിട്ടില്ല. സഹോദരങ്ങൾ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ? തൂങ്ങൂലേ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതിൽ തന്നെ ഇല്ലേ ഇവൾ പറയുന്ന പച്ച നുണയാണെന്ന്. അവർ മുഖം പോലും പുറത്ത് കാണിക്കത്തില്ല എന്ന വാശിയിലാണ് ആ കുടുംബം. അതുകൊണ്ടാണ് ഇവൾ സ്കോർ ചെയ്യുന്നത്. ഇത്തവണ അങ്ങനെ ഉണ്ടാകത്തില്ല. ഞാൻ മഹലുമായി ഇടപെട്ട് ഞാൻ അവരുടെ മുഖം പുറത്ത് കാണിക്കും. മാത്രമല്ല ഇവർക്കെതിരെ ഞാൻ കേസും കൊടുപ്പിക്കും. വിട്ടില്ല ഞാൻ. ഇത് മോശപ്പെട്ടൊരു ആറ്റിറ്റ്യൂഡാണ്. ഇതേപോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഓർത്തോണം. ആദില എന്ന വിഷജന്തുവിനെ ആരൊക്കെ വീട്ടിൽ കയറ്റുന്നോ അനുഭവിക്കാം. ഇത്രയും വിഷജന്തു ഇനി ആരും വരാനില്ല. ശൈത്യ പോലും ഇത്ര വിഷമല്ല. ജസ്ല മാടശ്ശേരിയെ പോലുള്ളവരൊക്കെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന വാല്യൂ കണ്ടോ? അവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ആശയങ്ങളെപ്പോലും അവൾ അടച്ചു വയ്ക്കുന്നത്. ചില ആശയങ്ങൾ നമുക്ക് ഒതുക്കി വെക്കേണ്ടി വരും നമ്മുടെ മാതാപിതാക്കൾക്ക് ഫേവർ ചെയ്തിട്ടാണ്. ജന്മം ദാനം തന്ന മാതാപിതാക്കളെ തള്ളി പറയണ, മോശം പറയണ, സമൂഹത്തിൽ അടിക്കാൻ ഇട്ടുകൊടുക്കുന്ന ഈ വിഷജന്തുക്കളെ വിശ്വസിച്ച അനുമോൾക്ക് സത്യം പറഞ്ഞാൽ ഈ കരച്ചിൽ അനിവാര്യമാണ്. അവൾ കരഞ്ഞു തീർക്കട്ടെ. ഏതായാലും എനിക്കൊരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്താണെന്നറിയാം? ഈ ചീവീടുകളുമായിട്ടുള്ള ഇടപാട് അവൾ ഒതുക്കി. അവൾ ഇനി പുറത്ത് വരുമ്പോൾ ഇവളുമായിട്ടും വേണ്ടി സഹകരിക്കത്തില്ല. താങ്ക് ഗോഡ്. ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അനുമോളുടെ സിസ്റ്റർ എന്നെ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അവളോട് പറയേണ്ട കാര്യം, ഈ ജന്തുക്കളെ അടുപ്പിക്കരുത്. അവളുടെ ഫെയിം ഉപയോഗിച്ച് ഇത്രയും നാൾ അവിടെ നിന്നവളാണ്. എനിക്കും പലപ്പോഴും മനസ്സിലാകാത്തത്, നമ്മുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാകത്തില്ല. മറ്റുള്ളവർ നമ്മളെ യൂസ് ചെയ്യാൻ വരും, നമുക്ക് പിടികിട്ടത്തില്ല. പക്ഷേ നമ്മളെ യൂസ് ചെയ്ത് നമ്മളിലുള്ളതിന് എടുക്കാവുന്ന മാക്സിമം എടുത്ത് അപ്പുറത്തോട്ട് പോയിട്ട് നമ്മളെ ഡീഗ്രേഡ് ചെയ്യും. എന്താണെന്നറിയാം? അവർക്ക് പൊങ്ങാൻ. പക്ഷെ അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ജീനിൽ തന്നെയുണ്ട് നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ ലക്ക്, നമ്മുടെ ഈ പറയുന്ന വിശേഷതകളൊക്കെ തന്നെ നമുക്ക് ദൈവം ബ്ലെസ്സിങ് ആയി തന്നതാണ്. ആ ബ്ലെസ്സിങ് നിനക്ക് വരണമെങ്കിൽ എന്നോളം നന്മ നിനക്കുണ്ടാകണം. അതില്ലാത്തത് കൊണ്ടാണല്ലോ കുതികാലി വെട്ടിയിട്ട് പോകുന്നത്. സിമ്പിളാണ്. ഈ ഒരു വിഷയത്തിൽ ലക്ഷ്മി അവിടെ സപ്പോർട്ട്, അഭിലാഷ്, മസ്താനി, സോ ക്യൂട്ട്. അനുവിന് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അനുവിന് മനസ്സിലാക്കി കൊടുക്കുന്ന അവിടെ ആളുകളുണ്ട്. അതിലും ലക്ഷ്മി സൂപ്പറായിട്ടിരുന്ന് അവൾക്ക് മറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഏതായാലും അതിലയുടെ വിഷയമായതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകാത്തത്. ഇരുന്ന് കുറേയൊക്കെ ഞാൻ എഴുതി വെച്ചു. കാരണം പോയിൻറ്റ്സ് എനിക്ക് മറന്നു പോകാറുണ്ട്. പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഞാൻ ഈ പോയിൻ്റ് ഓർത്തതാണല്ലോ എന്ന് ഓർത്ത് വരുന്നത്. അതുകൊണ്ടാണ് കുറേയൊക്കെ ഡിലേ ആയി പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കുക. സന്തോഷം. എല്ലാവരും അനുമോൾക്ക് വേണ്ടി വോട്ടിടുക. ആര് ജയിച്ചാലും ഇല്ലേലും നമ്മുടെ വോട്ട് പോകേണ്ടത് നീതിയുടെ പക്ഷത്തിനാണ്. അവിടെ സർവൈവൽ ടാസ്ക്കാണ്. അതിൽ സർവൈവ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് അവൾ മാത്രമാണ്. ബാക്കി ആർക്കും ഇത്രയധികം പ്രശ്നമുണ്ടായിട്ടില്ല, ഇത്രയധികം വേദന കടിക്കേണ്ടി വന്നിട്ടില്ല ആർക്കും. സോ അവൾ പുറത്തേക്ക് വിട്ട്. രണ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോയിരുന്നു പറയുന്നുണ്ട്. ഏതായാലും ആദിലെ പോലുള്ള കുടില വിഷങ്ങൾ നമുക്കിടയിലുണ്ടെങ്കിൽ, നമ്മുടെ സൗഹൃദ വലയങ്ങളിലുണ്ടെങ്കിൽ നീക്കി നിർത്തുക. അത് നമ്മുടെ സേഫ്റ്റിക്ക് നല്ലതാണ്. താങ്ക് യു.